ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും നല്ലൊരു വ്ളോഗുമായിട്ട് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ നാട്ടിലേക്കൊക്കെ പോകാനായതുകൊണ്ട് തന്നെ ഇന്നത്തെ വ്ളോഗിൽ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ചിക്കൻ സ്റ്റൂ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു സംഭവം ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചേർത്തുണ്ടാക്കുകയാണെങ്കിൽ വളരെ ഈസി ആകും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. റെസിപ്പിയിലേക്ക് പോകാം. ഒരുപാട് പേരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിൽ 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുക കേട്ടോ. പുളിക്കായിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ തക്കാളി അല്ലെങ്കിൽ തൈരൊന്നും ചേർക്കുന്നില്ല. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇപ്പം എല്ലാം കൂടി ചേർത്തിട്ട് ഇത്ര മാത്രം മസാല ചേർക്കുന്നുള്ളൂ ചിക്കനിലേക്ക്. ഇനി അതിലേക്ക് ഒരു അര കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. കൂടുതൽ നമ്മൾ കുക്ക് ചെയ്യണം കേട്ടോ. കാരണം ബാക്കി നമുക്ക് മസാലയിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പം ചിക്കനും ഭയങ്കരമായിട്ട് വെന്ത് പോവും. അപ്പം നമുക്ക് ഒരു വിസിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ചിക്കൻ അവിടെ വെന്തോട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഒട്ടും സമയം കളയണ്ട. അപ്പോൾ പാന് ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂണ് വലിയ ജീരകവും കുറച്ച് ഏലക്കയും, കുറച്ച് മാത്രം മതി, ഏലക്ക ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അപ്പം തന്നെ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളകിന് പകരം ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കം കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം അല്ലെങ്കിൽ ക്യാപ്സിക്കം എടുക്കാം. അപ്പോൾ എല്ലാം കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് പീസാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. വലിയ വലിയ കഷ്ണങ്ങളാക്കരുത്. പിന്നെ അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു സവോള, പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി, അതെല്ലാം കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയതും, പിന്നെ ക്യാരറ്റ് ഒരു ചെറിയൊരു പീസ്, അത് വല്ലാണ്ട് ചെറുതാക്കാണ്ട് എന്നാലും ചെറിയൊരു ക്യൂബ്സ് ആക്കിയതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലോണം സോഫ്റ്റ് ആവണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് സോഫ്റ്റായി വന്നിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ സ്റ്റൂവിലേക്ക് അതൊന്നും ചേർക്കാറില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ വെന്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നു. ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ സ്റ്റോക്കൊക്കെ കുറേ ഉണ്ട്. അപ്പം ആ സ്റ്റോക്ക് വാട്ടർ വേണം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങും അതുപോലെ സ്റ്റോക്ക് വാട്ടറും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് അവിടെ ഇരുന്നിട്ട് വേവട്ടെ, നന്നായിട്ട് തിളക്കട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പാലാണ് കേട്ടോ. നമ്മൾ നാട്ടിലാണെങ്കിൽ പാക്കറ്റ് പാൽ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് മിൽക്കാണ് എടുക്കുന്നത്. അതായത് ഇവിടെ ഓൾറെഡി നമുക്ക് ഫ്രഷ് മിൽക്ക് നമുക്ക് റെഡി ടു യൂസ്, നമുക്ക് പെട്ടെന്ന് എടുത്ത് കുടിക്കാൻ പറ്റുന്ന ഫ്രഷ് മിൽക്കാണ്. തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഞാനൊരു 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പം ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ നാട്ടിലിപ്പോൾ ഇനിയിപ്പോൾ പാൽ ഇല്ലാന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2ാം പാൽ വേണം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. 1ാം പാൽ ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പം ഈ 1.5 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ പാലിൽ കിടന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ട് കുക്കാവണം. അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ചിക്കൻ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്ന ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കോൺഫ്ലോറും പിന്നെ 1/2 കപ്പ് പാലും ഒന്നുകൂടെ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഈ തേങ്ങാപ്പാലിൻ്റെ കട്ടിപ്പാലിന് പകരമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ കോൺഫ്ലോർ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മാത്രം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ചേർക്കരുത്. കാരണം നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞ് വന്നതിൻ്റെ ചെറിയൊരു തിക്നെസ് ഓൾറെഡി ഉണ്ടാവും. അപ്പം അതിലേക്ക് ഒന്നുകൂടെ ഒരു തിക്നെസ് വരാൻ വേണ്ടി നമ്മൾ ഈ കോൺഫ്ലോർ 1 ടീസ്പൂണൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കോൺഫ്ലോർ ചേർത്തിട്ട് ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരും. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അതിലേക്ക് കറിവേപ്പിലിട്ടിട്ട് നമുക്ക് വാങ്ങി വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വറവ് ഇട്ട് കൊടുക്കണമെങ്കിൽ വേറെ ഫ്രൈങ് പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി വറവിട്ടിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇപ്പം മുകളിൽ കുറച്ച് എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരുന്ന പോലെ കാണുന്നുണ്ടല്ലോ. അപ്പം ഞാൻ എണ്ണ ഒന്നാമത് ഞാൻ വഴറ്റെടുക്കുന്ന സമയത്ത് എണ്ണ കുറച്ചൊന്ന് കൂടിപ്പോയി. അതുപോലെ തന്നെ ചിക്കനിൽ നന്നായിട്ട് നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും റിമൂവ് ചെയ്യാനൊന്ന് വിട്ടുപോയി തിരക്കിലായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. മുകളിൽ ഇങ്ങനെ എണ്ണ തെളിയുന്നത് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എണ്ണ തെളിഞ്ഞത് എടുത്ത് മാറ്റും ചെയ്യാം കേട്ടോ. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ സ്റ്റൂ ഒന്നും ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടാവില്ല. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അന്നത്തെ ഡിന്നർ ചിക്കൻ സ്റ്റൂവും ചപ്പാത്തിയുമായിരുന്നു. ചപ്പാത്തി പിന്നെ ബേക്കറി ചപ്പാത്തിയാണ്. കാരണം നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകാനുള്ളതുകൊണ്ട് എല്ലാം കൂടി ഉണ്ടാക്കാനൊന്നും നേരം കിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ സ്റ്റൂ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കി ചപ്പാത്തി പുറത്തുനിന്ന് എടുത്തത്. പിന്നെ ഷോപ്പിങ്ങിന് പിന്നെ വീക്കെൻഡൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ പോകേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഷോപ്പ് ക്ലോസ് ആവാൻ നേരത്തേക്കും നമ്മൾ ഷോപ്പിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനും. പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് ചെറിയ 1-2 ഷോപ്പിലൊക്കെ പോകാനുണ്ട്. അപ്പം നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോകാനാകുമ്പോൾ അറിയാമല്ലോ, ഒരു ദിവസം കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് ഒന്നും തീരില്ല. ഇപ്പം മോളും കൂടി ആയപ്പം തീരെയും നമുക്ക് ഒരുപാട് നേരമൊന്നും ഷോപ്പിങ്ങിന് കറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഒരു ദിവസം ഒരു 1-2 മണിക്കൂർ മാത്രമേ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുള്ളൂ. ഇത്തവണ ആണെങ്കിൽ ഒരുപാട് കൊണ്ടുപോകുന്നുമില്ല. കാരണം നമുക്ക് എന്താ പറയുക, അങ്ങനത്തെ ഒരു ട്രാവലിംഗ് ആണല്ലോ ഇത്തവണ നമ്മൾ പോകുന്നത്. അപ്പം അജ്മാനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നാട്ടിലെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഹോം സാരസിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാനാണുള്ളത്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വാങ്ങിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ പോയിട്ട് ഉള്ള സമയം പോലെ വേണം ബാക്കിയുള്ളിടത്തൊക്കെ പോകാൻ. ഇവിടെ ചില സമയത്ത് നല്ല ഓഫറുകളുണ്ടാവും, ചില സമയത്ത് നല്ല റേറ്റ് ഉണ്ടാവും. ഇപ്പം ഇവിടെ ഓഫർ ടൈമാണ്. അപ്പോൾ ഓഫർ ടൈം എന്ന് പറഞ്ഞാൽ ചില ഐറ്റംസിന് നല്ല ഓഫറുണ്ട്, ചില ഐറ്റംസിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ പിന്നെ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ ഒട്ടുമിക്കതും കിട്ടി. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് നല്ല സ്റ്റാൻഡായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഞാൻ കുഷൻ കവേഴ്സ് ഒരുപാട് കാലമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കുഷൻ കവറിന് 16 ദിറംസിന് കണ്ടു. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ 4 എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഒരു സ്കൈ ബ്ലൂവും 2 ഈ ഒരു കളറും. കാരണം അവിടെ വീട്ടിൽ കുഷനുണ്ട്, പക്ഷെ അതിനുള്ള കവറ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. നല്ലൊരു കവറ് കാണാത്തതുകൊണ്ട് തന്നെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ എല്ലാം കൂടി എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. കാരണം നമ്മൾ വന്ന കാര്യം മിസ്സായി പോകും നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നാൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് മാത്രം ഒന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ ബാക്കി നമ്മൾ പർച്ചേസിങ്ങിൽ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ പർച്ചേസിങ്ങിനൊക്കെ നമ്മൾ പെട്ടെന്ന് തിരക്കിട്ട് വരുമ്പം എങ്ങനെയായാലും നമുക്ക് വീഡിയോക്കുള്ള സമയം ഉണ്ടാവില്ല. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് ഈ ഒരു ഷോപ്പിൽ വന്നപ്പം അവിടെ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം കുറച്ച് റേറ്റ് കുറഞ്ഞതായിട്ട് കണ്ടു. അപ്പോൾ അതൊന്ന് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വാൾ ഡെക്കർ ഐറ്റംസിനൊക്കെ കുറച്ച് റേറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഇപ്പോൾ തൽക്കാലം നമ്മൾ നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ 29, 15, 16 അങ്ങനത്തെ റേറ്റിലൊക്കെ വരുന്നുണ്ട് ഈ ഐറ്റംസൊക്കെ.
പിന്നെ അതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ല് ചെയ്യാൻ നേരത്താണ് ഒരു സംഭവം കണ്ടത്. ഒരുപാട് പേര് എപ്പോഴും എനിക്ക് മെസ്സേജ് ചോദിക്കുന്ന സംഭവമാണ് നമ്മൾ ഈ പോട്ട്പൂരി, അതായത് നമ്മുടെ ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഞാനിവിടെ വാങ്ങിച്ചിരുന്നല്ലോ, അതിൻ്റെ എസൻസ് അല്ലെങ്കിൽ ഓയിലൊക്കെ എവിടെ നിന്നാണ് കിട്ടുകയെന്ന്. അപ്പോൾ ഇത് എസൻസാണ്, ഇതിന് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പം ഇത് മീൻസ് അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കാം, അത് വേറെയും ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഓൾറെഡി ഈ ഒരു മണമുള്ള പോട്ട്പൂരി കേട്ടോ. അപ്പോൾ ഇത് സെൻറ്റഡ് പോട്ട്പൂരിയാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഇതിന് എസൻസ് നമ്മൾ ചേർക്കണ്ട. അപ്പോൾ അതിന് 29 ഉണ്ട്. പക്ഷേ സാധാ നമ്മൾ ഡ്രൈ ഫ്ലവേഴ്സ് വാങ്ങിക്കുമ്പം 9 ദിറംസിനും 10 ദിറംസിനൊക്കെ ഡ്രൈ ഫ്ലവേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് അതിലിഷ്ടമുള്ള ഓയിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ നമ്മളെ ഇഷ്ടമുള്ള സ്മെല്ലായിട്ട് വരും. അപ്പം അതിന് പറ്റിയ ഓയിലാണ് ഈ എടുക്കുന്നത് ഇതൊക്കെ. അപ്പോൾ ഇതിന് 6 ദിറംസിൻ്റെ പോട്ട്പൂരി ഓയിൽ. ഇത് ഈ ഓറഞ്ച് സിനമൺ ഫ്ലേവർ ആയിരിക്കും, മണമായിരിക്കും. അപ്പോൾ അതിൽ നമ്മളിത് ഈ എസൻസ് ഈ ഒരു ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മണമായിരിക്കും ആ ഡ്രൈ ഫ്ലവേഴ്സിനുള്ളത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിപ്പം 6 ദിറംസാണുള്ളത്. അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇതാണ് കേട്ടോ പോട്ട്പൂരി, അതായത് ഇത് ഡ്രൈ ഫ്ലവേഴ്സാണ്. ഇതിന് മണമൊന്നും ഇല്ലാത്ത ഡ്രൈ ഫ്ലവേഴ്സാണ് കേട്ടോ. ഞാനാണെങ്കിൽ മുമ്പ് വേറെ എവിടെ നിന്നൊക്കെയോ വാങ്ങിച്ചതാണ്, പക്ഷേ എവിടെ നിന്നാണെന്നുള്ളത് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് ഷോപ്പിങ്ങിന് ഉള്ള സമയമില്ല, ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വേഗം ഒന്ന് അടുത്തുള്ള എവിടെയെങ്കിലും ഷോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് 1-2 ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം അതിനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ നമ്മൾ വീട്ടിലേക്കുള്ള കുറച്ച് വേറെ ഐറ്റംസും വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഏതായാലും ഇവിടെ വന്നതെന്ന് വെച്ചിട്ട് അവിടെയുള്ള ഹൈപ്പർ മാർക്കറ്റിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ റോസിൻ്റെ ഒരു വലിയ ഫാനാണെന്ന് പറഞ്ഞിട്ട് ഒരു മോള് വന്നു. അതുപോലെ റൂയി ബേബി ഇപ്പം ഒട്ടും ബെഡിൽ കിടക്കാൻ ഇഷ്ടമില്ല അവൾക്ക്. ബെഡിൽ കിടത്തി അപ്പം കരയും. ആരെങ്കിലും ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ച് നടക്കണം അവളെ. അപ്പം അങ്ങനെ ബെഡിൽ എവിടെയും ഇരുത്താൻ പറ്റില്ല, നിലത്ത് ഇരുത്താൻ പറ്റുന്ന സമയമല്ലല്ലോ. അപ്പം ചെറുതായിട്ട് വോക്കർ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നാട്ടിൽ പോയി വന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്നും കുറച്ച് എന്താ പറയുക ഡ്രസ്സ് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ഈ ഡ്രസ്സ് ഐറ്റംസ് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും ബോറിംഗ് ആവും. അപ്പോൾ പിന്നെ ഞാനതൊന്നും എടുത്തില്ല, വീഡിയോ ഒന്നും എടുത്തില്ല. എന്താ പറയുക, എപ്പോഴും ഒരേപോലത്തെ കണ്ടൻറ് ആകുമ്പോൾ പിന്നെ ആളുകൾക്ക് ബോറിംഗ് ആവുമല്ലോ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ് കാണുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടുന്ന് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴി നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോക്ടെയിലും പിന്നെ ക്ലബ് സാൻഡ്വിച്ചും വാങ്ങിച്ചു പുറത്തുനിന്ന്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഗിഫ്റ്റും കൂടിയുണ്ട്. എൻ്റെ ഒരു ക്ലാസ്മേറ്റാണ്. അപ്പം ആൾക്കിവിടെ ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്. അതായത് ഷെയ ആക്സസറീസ് എന്നാണ് അതിൻ്റെ പേര്. ഇൻസ്റ്റാ ലിങ്ക് ഞാൻ താഴെ പിൻ്റെ കമൻറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ അവിടുന്ന് അവളുടെ കുറച്ച് കളക്ഷൻസ് റോസിനും റീനും റോയിക്കും കൂടി അയച്ചു കൊടുത്തതാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകാനായതുകൊണ്ട് തന്നെ ചെറിയൊരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ അയച്ചെന്നാണ്. എൻ്റെ പേര് ഐഷ ഫർഹാന എന്നാണ് കേട്ടോ. അപ്പം എന്നെ അറിയുന്നവരൊക്കെ വിളിക്കുക ഫറ എന്നാണ്. ഇപ്പോൾ പിന്നെ ഐഷസ് കിച്ചൻ വന്ന ശേഷം എല്ലാവരും ഇപ്പോൾ ഐഷ എന്ന് തന്നെ വിളിക്കാറ്. അപ്പം ഇതൊക്കെയാണ് ഐറ്റംസ്. ഇതുപോലത്തെ ഐറ്റംസൊക്കെയാണ് അവളുടെ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിലുള്ളത്. റോസിന് ഭയങ്കര ഇഷ്ടമാണ് മോതിരം. അത് അവൾ കൈ നിറച്ച് മോതിരം ഉണ്ടെങ്കിൽ അത്രയും ഇഷ്ടമാണ്. പക്ഷേ അവളുടെ പാകത്തിനനുസരിച്ചുള്ള മോതിരം കിട്ടാറില്ല. അത് കിട്ടുമ്പോൾ ഇപ്പോൾ 2 ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ വീണ്ടും 2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ആൾക്ക്. റിങ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്.
നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പറ്റും. ഏതായാലും നാട്ടിലേക്ക് ഫംഗ്ഷന് പോവാണല്ലോ. ഇൻഷാ അല്ലാ അപ്പം ആ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഞാനത് ഇട്ട് കാണിക്കാം. ഇത് ആംഗ്ലറ്റാണ്, പാദസരം പോലെ. അപ്പം ഇതിപ്പം റോസിന് നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ ആളുടെ കാലിന് ലൂസാണ്. റീനിനൊക്കെ പാകമുള്ളതാണ്. റീനിനും എനിക്കൊക്കെ പാകമുള്ള ആംഗ്ലറ്റാണ്. അപ്പോൾ ഇത്തവണ ഒരുപാട് ഹെയർ ബാൻഡ്സും അതുപോലെ ഐറ്റംസൊക്കെ എനിക്ക് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് ഗിഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ഗിഫ്റ്റ് അയച്ചവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. റോയിമോൾക്ക് പറ്റിയ നല്ല 1-2 കിട്ടി. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഐറ്റംസൊക്കെ റോസിനാണ് ഭയങ്കര കാര്യം. റീന് പിന്നെ ഇതുപോലത്തെ ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല. അവളാണെങ്കിൽ തലയിലൊന്നും വെക്കില്ല, ആകെ ഒരു ബണ്ണ് മാത്രമേ വെക്കുകയുള്ളൂ. റോസിനാണ് ഭയങ്കരമായിട്ട് ലോട്ടറി അടിച്ച പോലെ ആയത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വ്ളോഗുമായിട്ടോ റെസിപ്പിയുമായിട്ടോ വീഡിയോയുമായിട്ടോ ഒക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.